കസ്റ്റംസിന് വമ്പിച്ച തിരിച്ചടി നേരിട്ടിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായി കേരളം ചർച്ച ചെയ്യുന്ന സുപ്രധാനമായ ഒരു കാര്യമുണ്ട്. മറ്റൊന്നുമല്ല, ദുൽഖർ സൽമാനെ കുറിച്ച് തന്നെയാണ്. ദുൽഖർ സൽമാന്റെ 2 വാഹനങ്ങൾ കസ്റ്റംസ് കസ്റ്റഡിയിലെടുക്കുന്നു. കസ്റ്റഡിയിലെടുത്ത ശേഷം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നടത്തിയ വാർത്താ സമ്മേളനവും ഇടയ്ക്ക് വെച്ച് വാർത്താ സമ്മേളനം നിർത്തിപ്പോയതുമൊക്കെ നാം കണ്ടതാണ്. അന്ന് തന്നെ ദുൽഖർ സൽമാൻ പറഞ്ഞു, വാഹനം ഞാൻ വാങ്ങിയത് ഇന്ത്യയിലെ ഉടമയിൽ നിന്നാണ്. വിദേശത്ത് നിന്ന് ഞാൻ വാഹനം ഇറക്കുമതി ചെയ്തിട്ടില്ല. ഏത് രേഖകൾ വേണമെങ്കിലും പരിശോധിക്കാം. വാഹനം പിടിച്ചെടുക്കുന്നതിന് മുമ്പ് രേഖകൾ പരിശോധിച്ചില്ല. ഇതായിരുന്നു അന്ന് തന്നെ ദുൽഖർ സൽമാൻ പറഞ്ഞത്. ദുൽഖർ സൽമാൻ മറ്റൊരു കാര്യവും കൂടി ചെയ്തു. വാഹനം വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജിയും സമർപ്പിച്ചു. ഹർജി ഇന്ന് പരിഗണിച്ചു ഹൈക്കോടതി. സുപ്രധാനമായ വിധിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ദുൽഖർ സൽമാൻ ആവശ്യപ്പെട്ടത്? ഞാൻ വാഹനം വാങ്ങിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഉടമയിൽ നിന്നാണ്. എൻ്റെ കയ്യിൽ കൃത്യമായ രേഖകളുണ്ട്. വാഹനം കടത്തിക്കൊണ്ട് വന്നിട്ടില്ല. വാഹനം കടത്തിക്കൊണ്ടുവരുവാൻ ആരെയും സഹായിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ വാഹനം വാങ്ങിയിരിക്കുന്നത് ഇന്ത്യയിലെ ഉടമയിൽ നിന്നാണ്. 2 വാഹനങ്ങളാണ് ദുൽഖർ സൽമാനിൽ നിന്ന് കസ്റ്റംസ് പിടിച്ചെടുത്തത്. കസ്റ്റംസ് രേഖകൾ പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പോയി. അതിൽ ഒരു വാഹനത്തിൻ്റെ ഇന്ത്യയിലെ ഉടമ ഇന്ത്യൻ ആർമിയാണ്. ആദ്യ ഉടമ ഇന്ത്യൻ ആർമിയാണ്. അപ്പോഴെങ്ങനെയാണ് ദുൽഖർ സൽമാൻ കുറ്റക്കാരനാകുന്നത്? അന്ന് തന്നെ എല്ലാവരും ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യം തന്നെയാണ് ഇന്ന് ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തത്. ഹൈക്കോടതി ചോദിച്ച ചോദ്യങ്ങളുണ്ട്, സുപ്രധാനമായ ചോദ്യങ്ങളാണ്. വർഷങ്ങളായി ഒരാളുടെ കൈവശമുള്ള വാഹനമാണ് പിടിച്ചെടുത്തത്. പല കൈകളിലൂടെ കൈമാറി വന്ന വാഹനമാണ് ഇത്. ഒടുവിലെത്തിയ ഉടമയാണ് ദുൽഖർ സൽമാൻ. ആരാണ് ഇതിൽ യഥാർത്ഥ ഉത്തരവാദി? കോടതിയുടെ ചോദ്യമാണ്. ആരാണ് ഇതിൽ യഥാർത്ഥ ഉത്തരവാദി? പ്രധാനപ്പെട്ട ചോദ്യമാണ്. കോടതി കസ്റ്റംസ് അഭിഭാഷകരോട് ചോദിച്ച ചോദ്യമാണ്. 1, വർഷങ്ങളായി ഒരാളുടെ കൈവശമുള്ള വാഹനമാണ് പിടിച്ചെടുത്തത്. രണ്ടാമത്തെ ചോദ്യം, പല കൈകളിലൂടെ കൈമാറി വന്ന വാഹനമാണ് ഇത്. ദുൽഖർ സൽമാനിൽ നിന്ന് പിടിച്ചെടുത്ത വാഹനം പല കൈകളിലൂടെ കൈമാറി വന്ന വാഹനമാണ്. ഒടുവിലെത്തിയ ഉടമയാണ് ദുൽഖർ സൽമാൻ. കോടതി പറയുകയാണ്, ആരാണ് ഇതിൽ യഥാർത്ഥ ഉത്തരവാദി? ഇപ്പോഴാണോ തട്ടിപ്പ് കണ്ടെത്തിയത്? ഓരോ വണ്ടിയുടെയും വിവരങ്ങൾ പ്രത്യേകം പറയണം. വിവരങ്ങൾ കൂട്ടിക്കുഴയ്ക്കരുത് എന്നും പറഞ്ഞു ഹൈക്കോടതി. എന്ന് വെച്ചാൽ കൃത്യമാണ് ഹൈക്കോടതി നിലപാട്. ഈ ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. എന്താണ് ഉത്തരവ്? വാഹനങ്ങൾ തിരിച്ചു കിട്ടാൻ ദുൽഖർ സൽമാന് കസ്റ്റംസിന് അപേക്ഷ നൽകാം. കസ്റ്റംസിന് വാഹനങ്ങൾ തിരിച്ചു കിട്ടണം എന്നാവശ്യപ്പെട്ടു. അതോടൊപ്പം കസ്റ്റംസിനോട് ആവശ്യപ്പെട്ടു ഹൈക്കോടതി, ഒരാഴ്ചക്കകം ദുൽഖർ സൽമാന്റെ അപേക്ഷയിൽ തീരുമാനമെടുക്കണം. 1 ആഴ്ചക്കകം തീരുമാനമെടുക്കണം. തീരുമാനം എന്തായാലും ഹൈക്കോടതിയെ സമീപിക്കാം എന്നും ദുൽഖർ സൽമാനോട് കോടതി പറഞ്ഞു. എന്ന് വെച്ചാൽ തീരുമാനം എതിരാണെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ദുൽഖർ സൽമാന് ഹൈക്കോടതി തന്നെ അനുവാദം നൽകുകയും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ കാര്യം വളരെ വ്യക്തമാണ്. വാഹനം വിട്ടുകൊടുക്കണം എന്നാണ്. അപേക്ഷ നൽകണം, ഒരാഴ്ചക്കകം തീരുമാനമെടുക്കണം. തീരുമാനം എതിരാണെങ്കിൽ ദുൽഖർ സൽമാന് കോടതിയെ സമീപിക്കാം എന്ന് വെച്ചാൽ കൃത്യമായ നിർദ്ദേശമാണ് ഹൈക്കോടതി കസ്റ്റംസ് നൽകുന്നത്. വാഹനം വിട്ടുകൊടുക്കണം എന്ന്. തിരിച്ചടി കസ്റ്റംസിനാണ്. വിജയം ദുൽഖർ സൽമാനാണ്. യാതൊരു സംശയമില്ല. നേരത്തെ തന്നെ കസ്റ്റംസ് ഞെട്ടിപ്പോയിരുന്നു. വാഹനങ്ങളുടെ രേഖ പരിശോധിച്ചപ്പോൾ 1ാം ഉടമ ദുൽഖർ സൽമാന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത വാഹനത്തിന്റെ 1ാം ഉടമ ഇന്ത്യൻ ആർമിയായിരുന്നു. പിന്നെ എങ്ങനെയാണ് ദുൽഖർ സൽമാനെ കുറ്റവാളിയാക്കുക? പിന്നെ എങ്ങനെയാണ് ദുൽഖർ സൽമാൻ വാഹനം കടത്തി എന്ന് പറയുക? ഇന്ത്യയിലെ ഉടമകളിൽ നിന്നാണ് ദുൽഖർ സൽമാൻ വാഹനം വാങ്ങിയിരിക്കുന്നത്. കോടതി തന്നെ അക്കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുന്നു. എന്ന് വെച്ചാൽ കസ്റ്റംസിന്റെ കളി അത് എന്തിനു വേണ്ടിയായിരുന്നു? ഇതിന് പുറകിൽ പല രാഷ്ട്രീയ കളികളും നടന്നിട്ടുണ്ടോ? വലിയ ചോദ്യമാണ്. ദുൽഖർ സൽമാന്റെ പേര് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, പരിചയിക്കപ്പെടുന്നു? 39 വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. 200-ലേറെ വാഹനങ്ങൾ കേരളത്തിലേക്ക് കടത്തിയിട്ടുണ്ട്. അതൊന്നും പരാമർശിക്കാതെ ദുൽഖർ സൽമാന്റെ വാഹനത്തെക്കുറിച്ച് മാത്രം കസ്റ്റംസിന് എന്താണ് ഇത്ര ധൃതി, തിടുക്കം? ഈ ചോദ്യമാണ് ഉയരുന്നത്. അതിന് പുറകിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം തിരിച്ചറിയാൻ മലയാളികൾക്ക് എളുപ്പത്തിൽ കഴിയും. കാരണം അവർ കഴിക്കുന്നത് അരിയാഹാരമാണ്. ഇപ്പോൾ ഇതാ കസ്റ്റംസിന് വമ്പിച്ച തിരിച്ചടി നേരിട്ടിരിക്കുന്നു. വാഹനം വിട്ടുകൊടുക്കണമെന്ന് കൃത്യമായ നിർദ്ദേശമാണ് ഹൈക്കോടതി കസ്റ്റംസിന് നൽകിയിരിക്കുന്നത്. ഏതായാലും ദുൽഖർ സൽമാന്
ആദ്യഘട്ടത്തിൽ തന്നെ വിജയം കിട്ടി എന്ന കാര്യത്തിൽ സംശയമേയില്ല. ന്യായത്തിൻ്റെ നീതിയുടെ ഒപ്പം തന്നെയായിരിക്കും എപ്പോഴും ഇന്ത്യയിലെ നീതിപീഠം എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു.